ചെബുറാഷ്കയ്ക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു, വിനിയേഴ്സ് വെച്ചു, ബോട്ടോക്സ് കുത്തിയാൽ എന്താകും? അത് ലാബുബു ആകുമോ? ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന തമാശ. ലോകമെമ്പാടും ആളുകൾ ആവേശത്തോടെ വാങ്ങുന്ന ഈ ചൈനീസ് കളിപ്പാവയ്ക്ക് അവിടെ ഒരു പുതിയ പേര് പോലും ലഭിച്ചു, ചെബുബു. പക്ഷേ ഈ വിചിത്രമായ ചെറിയ കഥാപാത്രം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ അപ്രതീക്ഷിതമായി ഇതിന്റെ പിന്നാലെ ഓടുന്നത്? ഒരു ചെറിയ കളിപ്പാവ. ചിലർക്കത് ഭംഗിയില്ലാത്തൊരു മുഖം, മറ്റു ചിലർക്കത് കളക്ടർമാർക്കുള്ള വിലമതിക്കാനാവാത്ത നിധി. സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, ലിമിറ്റഡ് എഡിഷൻ റിലീസുകൾ, മിനിറ്റുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആകുന്ന സ്റ്റോറുകൾ, ഇവയെല്ലാം ചേർന്നപ്പോൾ ലാബുബു എന്ന ഈ ക്യൂട്ട് അല്ലാത്ത ക്യൂട്ട് കഥാപാത്രം ഒരു ഗ്ലോബൽ സെൻസേഷനായി മാറി. അതെ, ഈ പ്ലഷ് മോൺസ്റ്റർ ഒരു പെൺകുട്ടിയാണ്. ഇത് 2015 തന്നെ ഒരു ഹോങ്കോങ് ഡിസൈനർ സൃഷ്ടിച്ചാണ്. പക്ഷേ ലോകം മുഴുവൻ ഈ വിചിത്രമായ പ്ലഷ് മോൺസ്റ്ററുകളോട് ഭ്രാന്ത് പിടിച്ചത് സോഷ്യൽ മീഡിയ കാരണം. ഒരു പ്രശസ്ത ബ്ലോഗർ തന്റെ ബാഗിൽ ഈ ചെറിയ കളിപ്പാവ തൂക്കി. അത് മാത്രം മതി. അന്ന് തന്നെ എല്ലാവർക്കും അതേ കളിപ്പാവ വേണമെന്നായി. ഫോട്ടോകൾ വൈറലായി, റീലുകൾ ട്രെൻഡായി, സ്റ്റോറുകൾക്ക് മുന്നിൽ നീണ്ട നിരകൾ രൂപപ്പെട്ടു. പക്ഷേ ഇന്ന് അതേ ഇന്റർനെറ്റിൽ അതേ ബ്ലോഗർമാർ തന്നെ ലാബുബുവിനെ ഒരു മന്ത്രവാദിനെ പോലെ അഗ്നികൂമ്പാരത്തിൽ കത്തിക്കളയണമെന്ന് വരെ പറയുകയാണ്. അപ്പോൾ എന്താണ് തെറ്റായി പോയത്? ലാബുബു ശപിക്കപ്പെട്ടവയാണെന്ന് ചിലർ പറയുന്നു. ഇവ സ്വന്തമാക്കുന്നവർക്ക് ദുരന്തങ്ങൾ മാത്രം സംഭവിക്കുമെന്നാണ് വിശ്വാസം. എന്തുകൊണ്ടറിയാമോ? ഈ പ്ലഷ് മോൺസ്റ്ററുകൾ മെസോപ്പൊട്ടാമിയൻ ദൈവദൂതനായ പാസുസിയെ വളരെയധികം ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് ചിലരുടെ അഭിപ്രായം. അപ്പോൾ അശുദ്ധമായ ഒരു ദൈവാത്മാവിൽ നിന്ന് നല്ലതെന്താണ് പ്രതീക്ഷിക്കാനാവുക? പുരാണങ്ങൾ പ്രകാരം പാസുസ് തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ഒരു ദൈവദൂതനായിരുന്നു. ഉണങ്ങിയ പ്രദേശങ്ങളിൽ അവൻ വരൾച്ചയും ക്ഷാമവും കൊണ്ടുവന്നു. അതേസമയം ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ അവൻ പ്രളയവും നാശവും വിതച്ചു. അത്ഭുതകരമായി ഈ വർഷം അറ്റ്മോസ്ഫിയർ തന്നെ നിയന്ത്രണം വിട്ടുപോയ പോലെ അസാധാരണമായ മഴ, അപ്രതീക്ഷിതമായ ചൂട്, വിവിധ ദുരന്തങ്ങൾ, ഇവയെല്ലാം കണ്ടിട്ട് ഇന്റർനെറ്റിലെ ചില ഉപയോക്താക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് ലാബുബുകളാണ്. ഇവയുടെ രൂപം കൊണ്ട് തന്നെ ഒരു ദുഷ്ടാത്മാവിനെ വിളിച്ചു വരുത്തുന്നുവെന്നാണ് ചിലരുടെ വിശ്വാസം. അങ്ങനെ വിളിച്ചു വരുത്തിയ ആ ദുഷ്ടശക്തി ഭൂമിയിലാകെ പ്രകൃതി ദുരന്തങ്ങൾ വിതയ്ക്കുന്നുവെന്നും അവർ പറയുന്നു. ചുഴലിക്കാറ്റുകൾ, പ്രളയങ്ങൾ, അപ്രതീക്ഷിത കാലാവസ്ഥ മാറ്റങ്ങൾ, ഇവയെല്ലാം പോലും ലാബുബുവിന്റെ ശാപം കൊണ്ടാണെന്ന് ചിലർ ഗൗരവമായി വിശ്വസിക്കുന്നു. പക്ഷേ ഈ പ്ലഷ് വിചിത്ര കളിപ്പാവയുടെ ശാപത്തിൽ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. ലോകമെമ്പാടും ഇന്നും ആളുകൾ വളരെ വലിയ തുക ചെലവഴിച്ച് ഈ സംശയാസ്പദമായ സന്തോഷം സ്വന്തമാക്കാൻ മണിക്കൂറുകളോളം നീണ്ട നിരയിൽ നിൽക്കുകയാണ്. ആളുകൾ ഇതിനായി 4-5 മണിക്കൂർ കാത്തിരിക്കുന്നു. പക്ഷേ ഇതതിന് പൂർണ്ണമായും വിലയുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. അതേസമയം ലാബുബു ഉറപ്പായും സന്തോഷം നൽകിയ ഒരാളുണ്ടെങ്കിൽ അത് ഇതിന്റെ ഉടമ തന്നെ. ഈ വിചിത്രമായ കളിപ്പാവ കാരണം വാങ്നിങ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ പട്ടികയിൽ പ്രവേശിച്ചു. അവന്റെ സമ്പത്ത് $23 ബില്യൺ എന്നാണ് കണക്കാക്കപ്പെട്ടത്. ലൂയി കാസൻ ലാബുബുവിന്റെ അതേ വിചിത്രമായ രൂപം സൃഷ്ടിച്ച കലാകാരൻ. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ സൃഷ്ടിച്ച സാങ്കല്പിക ലോകത്തിൽ ലാബുബു ഒരിക്കലും ഒറ്റയായിരുന്നില്ല. അവർക്കൊപ്പം മറ്റു നിരവധി കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും സ്വന്തം രൂപം, സ്വന്തം കഥ, സ്വന്തം സ്വഭാവം. എന്നാൽ എന്തോ കാരണങ്ങളാൽ അവരിൽ ആരും ശ്രദ്ധ നേടാനായില്ല. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ വിചിത്രമായ ചെറിയ ലാബുബുവിൽ മാത്രം ഒതുങ്ങി. ആദ്യത്തിൽ ഈ കളിപ്പാവകളുടെ വില ഒട്ടും കൂടുതലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റഷ്യൻ റൂബിളിലേക്ക് കണക്കാക്കിയാൽ ഒരു ലാബുബുവിന് 10 മുതൽ 11,000 വരെ വില ചോദിക്കുന്നു. പ്രത്യേകിച്ച് അപൂർവമായ മോഡലുകളിലെ ഉടമകൾ ഇപ്പോൾ അവരുടെ പ്ലഷ് കളിപ്പാവകൾക്ക് ഇൻഷുറൻസ് പോലും എടുക്കുന്നു. കാരണം വീതികളിൽ തന്നെ കള്ളന്മാർ ബാഗുകളിൽ തൂങ്ങിയിരിക്കുന്ന ഈ മോൺസ്റ്ററുകളെ പറിച്ചുകൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുമാത്രമല്ല, സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്ന അനാലിസ്റ്റുകൾ വിചിത്രമായ ഒരു കാര്യം കണ്ടെത്തി. ചില ചാറ്റ് ബോട്ടുകളിൽ ദുഷ്ടപ്രവർത്തകർ ഈ കളിപ്പാവകളെ ഉപയോഗിച്ച് ആളുകളുടെ പണവും അക്കൗണ്ടുകളും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ലോകം ഇത്രയും ഭ്രാന്തായിരിക്കുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും ലാബുബുവിനായി പ്രത്യേക മെഡിക്കൽ ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നാശം സംഭവിച്ച കളിപ്പാവകളെ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുന്നു. കീറിയ ചെവികൾ, തെറിച്ച കണ്ണുകൾ, പഴകിയ ശരീരം എല്ലാം വീണ്ടും ശരിയാക്കി ലാബുബുവിനെ പുതിയതുപോലെ തിരികെ നൽകുന്നു. പക്ഷേ എല്ലാവരിലും കൂടുതലായി ആശയക്കുഴപ്പത്തിലായത് ഇന്ത്യക്കാരായിരുന്നു. കാരണം ഈ പ്ലഷ് മോൺസ്റ്ററിൽ അവരൊരു ദൈവത്തിന്റെ രൂപം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരിൽ ദേവന്മാർ വളരെ കൂടുതലാണെന്നത് രഹസ്യമല്ല. അത്രയും കൂടുതലായതിനാൽ എല്ലാവരെയും ഓർത്തുവെക്കാൻ അവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. ശിവൻ, പാർവതി, അവരുടെ ഉഗ്രരൂപമായ കാളി, ആനത്തലയുള്ള ഗണേശൻ, വിഷ്ണു, ഇവരെങ്കിലും മനസ്സിൽ പിടിച്ചുവെക്കാൻ സാധിക്കും. പക്ഷേ ചില കണക്കുകൾ പ്രകാരം
ഹിന്ദു ദേവന്മാരുടെ പന്തിയോണിൽ വിവിധ ദേവതകളും ദിവ്യതകളും ദിവ്യരൂപങ്ങളും ചേർന്ന് ആകെ എണ്ണം ആയിരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ രൂപം കാണുമ്പോൾ അതിലൊരു ദൈവത്തിന്റെ സാദൃശ്യം കാണുന്നവർ ഉണ്ടാകുന്നത് അതിശയിപ്പിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് വിചിത്ര രൂപവും കണ്ടാലും ആകാശത്തിൽ നിന്നിറങ്ങിയ ദൈവമെന്ന് പോലും തോന്നാൻ സാധ്യതയുണ്ട്. എന്തറിയാം, ഒരുപക്ഷെ അതാകാമെന്നും ചിലർ കരുതും. അതുകൊണ്ടാണ് ഇന്ത്യൻ ടെലിവിഷനുകളിൽ ലാബുബുവിന്റെ പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ പലരും ഇതൊരു ആത്മാവോ ദൈവമോ അല്ലെങ്കിൽ ഒരു ദുഷ്ടദേവതയോ ആണെന്ന് കരുതിയത്. അവരതിനെ ജയ് ലാബുബു എന്ന് വിളിച്ചു. ചിലർ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയത്തിൽ അതിന് ചെറിയ പൂജാ മണ്ഡപങ്ങൾ പോലും ഒരുക്കി. ചിലർ ദീപം തെളിച്ചു, ചിലർ പൂക്കൾ അർപ്പിച്ചു, മറ്റു ചിലർ നേരെ പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു കളിപ്പാവ. ചിലർക്കതൊരു ട്രെൻഡ് മാത്രം, പക്ഷെ മറ്റു ചിലർക്കത് ഒരു ദൈവത്തിന്റെ രൂപമായി മാറി. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ ആളുകളെ ആശ്വസിപ്പിക്കുന്നു. ഈ പ്ലഷ് വിചിത്രങ്ങൾ ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല. ഇതിനു മുമ്പും ലോകം ഭ്രാന്തു പിടിച്ചിരുന്നു. തലപൊട്ടിയ പപ്പകളെക്കുറിച്ചും സോംബി പോലെയുള്ള കളിപ്പാവകളെക്കുറിച്ചും. ഇപ്പോൾ ആ വലിയ പല്ലുകളുള്ള ഈ വിചിത്ര ജീവിയാണ്. എന്നാൽ ലാബുബുവിന് ഇതിനകം ഒരു മത്സരക്കാരൻ വന്നു എന്നാണ് പറയുന്നത്. അടുത്തതായി കുട്ടികളുടെയും മുതിർന്നവരുടെയും പണം വലിച്ചെടുക്കാൻ പോകുന്ന ദൈവം വാഗുഗു ആയിരിക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം. തൊപ്പി ധരിച്ച് ഒരൊറ്റ കൺബ്രൂ ഉള്ള മറ്റൊരു വിചിത്ര ജീവി. അവസാനം പറയുന്നത് പോലെ തന്നെയാണ്, സൗന്ദര്യം കാണുന്നവന്റെ കണ്ണിലാണ്.